ഹായ്, ചിക്കനും കൂർക്കലും കൂടിയും വെച്ചൊരു വീഡിയോ ആണ് ഇത്. കപ്പയിലോട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്. ഇത് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വറുത്ത സ്മെല്ലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആ ചട്ടിയുടെ ചൂടിലിട്ടൊന്ന് വറുത്തതിന് ശേഷം ജാറിലോട്ടിട്ട് പൊടിച്ചിട്ട് അത് നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്തു. കുറച്ച് ഉപ്പും ഒരു നാരങ്ങ മുറിയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കൂർക്കൽ കഴുകി വെച്ചിട്ടുണ്ട്. കപ്പയിലോട്ടാന്ന് പറഞ്ഞല്ലോ, കപ്പയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വാട്ടിയതിട്ട് അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടുന്ന കരുതിയിട്ട് പിന്നെ തക്കാളി ഇട്ടു. അതും വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വാട്ടി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ആ ചൂടിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ചിക്കനെ. എന്നിട്ടാണ് കൂർക്കലും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അത് അടച്ചും തുറന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു. നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ ആ കൂർക്കലൊക്കെ നോക്കി രണ്ടും വെന്തെന്ന് ഉറപ്പായപ്പോൾ മാറ്റി വെച്ചൊരു ചെറിയ ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ, ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇട്ട് വറുത്ത് വാങ്ങി. സൂപ്പറായിരുന്നു കേട്ടോ.